ഹലോ ഗായ്സ്, അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഒരു പുഡിങ് ഉണ്ടാക്കിയാലോ നമുക്ക്. അപ്പം ഞാൻ അറിയാമെന്ന് വിചാരിക്കുന്നു, നമുക്കൊരു ബ്രെഡ് പുഡിങ് ഉണ്ടാക്കാം അല്ലേ. അപ്പം നമുക്ക് എല്ലാവർക്കും വീഡിയോ ഇട്ട് പോവാം. ഗായ്സ്, ഞാനിത് ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി ഇത് കത്തിക്കണം. കത്തുന്നില്ലേ? അതിന് പാലിടട്ടെ. ഒരു പാക്കറ്റ് പാലിടണം. പതുക്കം കൊടുക്കാം. അതിനൊന്ന് ഒരു പിന്നെ ഒരു ചെറിയൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലോട്ടേക്ക് കാണുന്ന പാല് കുറച്ച് ഒഴിച്ചു കൊടുക്കണം. അപ്പം ഞാനിത് ഇവിടെ കുറച്ച് പാൽ വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗളിൽ ഇങ്ങനെ കുറച്ച് പാലെടുത്തു. ഈ തന്നെ എടുത്തത്. ഇനി നമുക്ക് കസ്റ്റാർഡ് പൗഡർ എടുക്കാം. കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഇങ്ങനെ കുറച്ച് ഇത് ഒരു സ്പൂൺ ഇതിങ്ങനെ കുറച്ച് കൂടിപ്പോയോ എന്നിട്ട് ഇത്ര എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്ര എന്നിട്ട് ഇത് കളിക്കി ബിക്കോസ് അതിൽ ഫുള്ളായിട്ട് പോകുന്നില്ല, അതുകൊണ്ടാണ്. ആൻഡ് എന്നിട്ട് ഞാൻ ഇതിന് നന്നായി കലക്കി കൊടുക്കുന്നുണ്ട്. സോ നമുക്ക് ചെറിയ സ്പൂണല്ലേ വേണ്ടേ, അതുകൊണ്ട് ഞാനിത് ചെറിയ വെക്കാം. എന്നിട്ട് മിക്സ് ആക്കാം. സോ കുറച്ചും കൂടി പൗഡർ വേണം, കാരണം ഇത് മഞ്ഞ കളർ തുടങ്ങിയിട്ട് തന്നെ ഇല്ല. ഞാനിത് ഇളക്കി കൊടുക്കുന്നുണ്ട്. നന്നായി ഇളക്കും കേട്ടോ. എനിക്ക് ഈ ഒരു കസ്റ്റാർഡ് പൊടിയുടെ പൗഡർ നല്ല മണമായിരിക്കും. അപ്പം എനിക്ക് മണക്കം ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ സൗണ്ട് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇത് ഇങ്ങനെ മിക്സ് ആക്കണം. സോ നമ്മുടെ വീട്ടിൽ ഓൾറെഡി കസ്റ്റാർഡ് പൗഡർ ഉണ്ടായിരുന്നു. കുറച്ച് ദിവസം മുന്നേ വാങ്ങിയതായിരുന്നു. നല്ല മണം ഉണ്ടാവും. പിന്നെ ഇതിങ്ങനെ വറ്റുന്നത് വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. എനിക്കത്ര ഇതായിട്ട് തോന്നുന്നതുകൊണ്ട് ഞാൻ കുറച്ചങ്ങോട്ട് വെച്ചു. തുണി കൊണ്ട് വെക്കുക. ഞാൻ സ്പൂൺ കൊണ്ടാണ് കുറച്ച് കടി പൊട്ടിക്ക കാണാം. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് കുറച്ച് പഞ്ചസാര ഇടാം. അപ്പം പഞ്ചസാര ഒരു അരട്ടി കുറച്ചിട്ടാൽ മതി, കാരണം കസ്റ്റാർഡിൽ നല്ല മധുരം ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ടാൽ മതി. കസ്റ്റാർഡിൽ മധുരം ഉണ്ടാവും. കുറച്ച് പഞ്ചസാര മതി. കുറച്ച് പഞ്ചസാര ഇടുന്നുള്ളൂ. കുറച്ചുകൊണ്ട് കൂടിപ്പോണ്ട കേട്ടോ. കസ്റ്റാർഡ് നല്ല മധുരമുള്ള സാധനമാണ്. ഇനി ഇതിന് നന്നായി എളുപ്പം നമ്മൾ ഇത് വറ്റുന്നത് വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. നല്ല ഇളക്കണം കേട്ടോ. എവിടെയെങ്കിലും പുറത്തൊന്നും ആക്കില്ല. ജസ്റ്റ് ഒന്ന് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് നമ്മൾ നേരത്തെ ഉള്ളിലാക്കി നമ്മൾ എടുത്ത സാധനമൊക്കെ ആ സമയം കൊണ്ട് ഞാൻ കഴുകിയതാണ്. കുറച്ചാടെ വെക്കണം കേട്ടോ, എന്നാലേ റെഡി ആവുള്ളൂ. കുറേ നേരം എടുക്കും. ആ 2-3 മിനിറ്റ് ഇങ്ങനെ വെക്കും. അത്രയാവുന്നുണ്ട്. വൃത്തിയാക്കിയെങ്കിലും ഉമ്മ അടിച്ചു കൊള്ളും, അതുകൊണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഫ്രൈഡ് റൈസാണ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് കമൻറ്റ് ചെയ്യണേ. അപ്പം ഞാൻ ഇങ്ങനെ ഇളക്കി കളിച്ചു. കുറേ നേരം ഇങ്ങനെ ഇളക്കണം കേട്ടോ. ഇതൊരു രീതിയിൽ ഇങ്ങനെ വറ്റി കട്ട വരണം. ഇതൊന്ന് പൗഡർ കുറഞ്ഞതാണോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഇട്ട് കൊടുത്തു. മതി, ഏസിന് അധികം ഉണ്ടാവും. അപ്പോൾ ഇതിൽ വറ്റിപ്പോയി. ഞാനിത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇതാക്കി.
ഇത് ഇങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട്. വെച്ചു. നല്ല മണമുണ്ട് കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ബ്രെഡല്ലേ ഉണ്ടാക്കുന്നത്. നന്നായി ഇളക്കണം കേട്ടോ. നമുക്ക് 2 മിനിറ്റ് അവിടെ ഇങ്ങനെ അടിച്ച് വെക്കാം. കുറച്ചേരല്ലേ 2 മിനിറ്റ്. ഇതിന് മെയിനായിട്ട് വേണ്ടത് കുറച്ച് ബ്രെഡ് വേണം. ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പുഡിംഗ് ഉണ്ടാക്കാമായിരുന്നു. ഞാൻ ബ്രെഡായിരുന്നു ഉണ്ടാക്കുന്നത്. അപ്പം ബ്രെഡ് വേണം, പിന്നെ കസ്റ്റാർഡ് പൊടി വേണം, മിൽക്ക് വേണം, പഞ്ചസാര വേണം, അതായത് ഷുഗർ വേണം. പിന്നെ നമുക്കൊരു ഇത്ര മതിയായിരിക്കും അല്ലേ? മതി. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ഷുഗർ സിറപ്പ് വേണമായിരിക്കാം. ഉണ്ടല്ലോ വേണം. എനിക്കറിയത്തില്ല. എനിക്ക് എന്തായാലും കുറച്ച് ഇതല്ലേ, അപ്പം കുറച്ച് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. സോ അതിനായിട്ട് നമുക്കൊരു ബൗൾ എടുക്കാം കേട്ടോ. ചെറിയൊരു ബൗളാണ് എടുക്കുന്നത്. ഇത് വേണ്ട, കുറച്ച് വലുതാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ആവശ്യത്തിന് ആക്കിയാൽ പോരെ. സോ അതുകൊണ്ട് തന്നെ നമ്മളെടുത്തിട്ടുണ്ടായിരുന്നു ഒരു പാത്രം എടുത്ത് അതിലോട്ടേക്ക് കുറച്ച് വെള്ളം വെച്ചെടുക്കാം. നമ്മൾ എന്തെങ്കിലും കുട്ടിക്കാൻ വെച്ചോളൂ, അങ്ങനെയായിട്ട് കുറച്ച് വെള്ളം വെച്ചെടുക്കാം. അതിലോട്ടേക്ക് കുറച്ച് പഞ്ചസാര ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അത് അവിടെ റെഡി ആവട്ടെ. സോ നമ്മളിത് ഇവിടെ വെള്ളമുള്ളൊരു പാത്രം ഞാൻ എടുത്തു. അതിലോട്ടേക്ക് കുറച്ച് പഞ്ചസാര ഞാൻ എടുത്തുകൊടുക്കുന്നു, ഇട്ടിടുന്നുണ്ട്. ഇതേ എന്നിട്ട് നമ്മ കുറച്ച് ഇത് കൂടിപ്പോയോന്ന് ഡൗട്ട്. സോ ഞാനിത് ഇവിടെ ഇങ്ങനെ ഇട്ട് കൊടുത്തു. കഴിഞ്ഞ ഇത്രയാണ് ഷുഗർ സിറപ്പിൻ്റെ വെള്ളം. എൻ്റെ ആ സമയത്ത് ഇതേ ഓക്കെ നന്നായി വരുന്നുണ്ട്. അയ്യോ, നമ്മൾ ഇളക്കേണ്ട ടൈമായിരുന്നു, മറന്നുപോയി. നമുക്ക് നന്നായി കുറുകുന്നുണ്ട്. കണ്ടോ ഇങ്ങനെ ഉറച്ചൊരുക്കി വരുന്നത്. നല്ല മണമുണ്ട് കേട്ടോ. കുറുകുന്നില്ല, എന്താ നമുക്ക് അറിയത്തില്ല. കുറുകാത്തേന് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഇത് നമുക്ക് കുറുകിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗൈസ്, ഞാൻ ഈ ഒരു ബൗളിലായിരുന്നു സെറ്റ് ആക്കുന്നത്. കസ്റ്റാർഡിൻ്റെ അതൊരു നല്ല റെഡിയിലായിട്ടുണ്ട്. അപ്പോൾ ഇനി ബ്രെഡില്ലേ, ബ്രെഡിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ ആക്കണം. അതിന് ഇത് മാറ്റിയിട്ട് ബ്രെഡിൻ്റെ ഇതെടുക്കാം. ആൻഡ് ഇതിങ്ങനെ മാറ്റിയിട്ട് ഇങ്ങനെ വെക്കണം. ഈ ഒരു പാത്രത്തിൽ നമുക്ക് തന്നെ ഇട്ട് വെക്കാം കേട്ടോ, ഈ ഒരു പാത്രത്തിൽ. എന്നിട്ട് ഇതിൻ്റെ സൈഡ് ഒന്ന് അടിക്കണം. സോ നമുക്ക് എല്ലാത്തിനും ഇങ്ങനെ കഴിച്ചെടുക്കാം. ഇതിൻ്റെ ആവശ്യം ശരിക്കും ഇല്ല കേട്ടോ. അപ്പം മേലൊരു ഭംഗിക്ക് ഇങ്ങനെ ഇടാൻ വിചാരിച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഇത് 2 എടുത്തു. സോ ഞാൻ എടുക്കുന്നത് ഇവിടെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് വേറൊരു പുഡിങ് ഉണ്ടാക്കാം കേട്ടോ. ബ്രെഡിൻ്റെ അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഉണ്ടാക്കാം. പക്ഷേ ഇന്ന് ഞാൻ ആക്കിയിട്ട് ശീലമുള്ളൊരു പുഡിങ് ആക്കുന്നതാണ്. അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു വേണ്ടിയിട്ടാക്കുകയാണ്. സോ ഒരു ബ്രെഡ് ഉള്ള ബ്രെഡൊക്കെ ഞാൻ എടുത്തു. കുറച്ച് മതി കേട്ടോ, നമുക്കൊരു ലെയർ മതി, അധികം ബ്രെഡൊന്നും വേണ്ട. പിന്നെ ഇതായിരുന്നു, ഇത് നമുക്ക് അടിച്ചെടുക്കാം. അങ്ങനെ ഇത് ഇത്രയും ബ്രെഡിൻ്റെ സാധനങ്ങൾ എനിക്ക് കിട്ടി. ഇത് നമുക്ക് പിന്നെ അടിയിൽ വെക്കണോ വേണ്ടല്ലോ, ഇത് നമുക്ക് അടിക്കാം. ഇതിപ്പം
കറക്റ്റ് 4 കിട്ടിയിട്ട് ഇതിൽ 5 ഉണ്ട് കേട്ടോ. അത് നമുക്കത് സെറ്റാക്കാം. സോ ഇനി ഇത് അടിക്കാം. ഇത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് അടിക്കണമെങ്കിൽ ഒരു മിക്സി ജാർ എടുക്കണം. സോ ചെറിയ മിക്സി എടുക്കണം കേട്ടോ. ആ ഉടുക്കുന്ന മിക്സി തന്നെ നനവ് പാടില്ല, കണ്ടോ നനവില്ലേ. അപ്പം നമുക്ക് ആ നനവ് ഒന്ന് തുടച്ചെടുക്കണം. സോ അതിനായിട്ട് ഞാനൊരു തുണി എടുക്കുന്നു. സോ ഗൈസ്, അപ്പം ഞാനൊരു തോർത്തെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ വെള്ളമുള്ള ഒരു സാധനം എടുത്ത് മാറ്റാന്നല്ല, തുടക്കുക, നല്ല വൃത്തിക്ക് തുടക്കുക. ഞാൻ ഇങ്ങനെ എന്ത് തുടച്ച് കഴിഞ്ഞാലും അപ്പം അത് വലിച്ച് ചാടും. എന്നിട്ട് പിന്നെ എടുത്തിട്ട് വരും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ. അത് നന്നായി ഉണങ്ങിയെന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ അതിലോട്ടേക്ക് നമ്മൾ ചെറിയ അതിലോട്ടേക്ക് നേരത്തെ ഇങ്ങനെ ആക്കി വെച്ച ബ്രെഡില്ലേ, അത് അതിലോട്ടേക്ക് ഇങ്ങനെ ഇടുക. കുറച്ചധികം ബ്രെഡ് കൂടിപ്പോയോ എന്നൊരു ഡൗട്ട് ഗൈസ്. ഇനി ഇത് നമുക്ക് അടിച്ചിട്ട് കാണാം. ഗൈസ്, ഞാൻ ക്രഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നമ്മൾ കാര്യത്തോട്ടേക്ക് കിടക്കാം. ആൻഡ് എൻ്റെ അടുത്തുള്ള ബ്രെഡ് ഞാൻ ഇവിടെ ഇങ്ങനെ വെച്ചു. ബട്ട് ഇതിങ്ങനെ വെക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെച്ചു. ഇങ്ങനെ തന്നെയായിരുന്നു വെക്കേണ്ടത്, കുറേ കളി ചെയ്തിട്ട്, അതുകൊണ്ട് ഓർമ്മയില്ലാത്തതാണ്. അങ്ങനെ ഞാൻ ഇതിലോട്ടേക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ സൈഡോട്ടേക്ക് നമ്മളത് ഇങ്ങനത്തെ കുറച്ച് പീസില്ലേ, അപ്പം ഞാൻ അതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതേ കണ്ടോ, ഇങ്ങനെ വെച്ച് കൊടുത്തു. അതും നമ്മൾക്ക് ചെറുതായിട്ടായിരുന്നു. ബ്രെഡ് കറക്റ്റായിട്ട് അതിൻ്റെ ഫാനുള്ള ഷേപ്പ് കൊടുക്കുകയാണ്, പ്രശ്നമില്ലായിരുന്നു. ഞാൻ അങ്ങനെ മുറിച്ചില്ല, അതുകൊണ്ടായിരുന്നു സംഭവിച്ചത്. ആൻഡ് ഞാൻ വൃത്തിയില്ലേ ഞാൻ ക്ലീനാക്കി. ആൻഡ് ഇതിൻ്റെ മുകളിലോട്ടേക്ക് കുറച്ച് ഷുഗർ സിറപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ചും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ആഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ നേരത്തെ വെച്ചില്ലായിരുന്നോ, അതിൻ്റെ നേരത്തെ നമ്മളൊരു കസ്റ്റാർഡ് വെച്ചിട്ടൊരു സാധനം ഉണ്ടാക്കിയില്ലായിരുന്നു. സോ അപ്പോൾ അതാണ് നിങ്ങളിപ്പം കാണാൻ പോകുന്നത്. എന്നിട്ട് ഞാനിത് ആക്കി നേരത്തെ ഒരുക്കി വെച്ചായിരുന്നു. അത് ഓഫ് ചെയ്തിട്ട് കുറച്ച് ഇതാക്കി വെച്ചാൽ തണിഞ്ഞിട്ടാണ് ഒഴിക്കേണ്ടത്, ചൂടോടെ ഒഴിക്കാൻ പാടില്ല. ഞാനിത് ആദ്യം ഇവിടെ വെച്ചിട്ടുണ്ട്. മധുരം കുറച്ചിടണം കേട്ടോ. ആദ്യത്തെ ലെയറാണ്ട് നമുക്ക് കുറച്ച് ഇടുള്ളൂ, കാരണം രണ്ടാമത്തെ ലെയറാണ് മെയിൻ ടാസ്ക്. അപ്പം ഞാൻ ഇങ്ങനെ വെച്ചെടുത്തു. ഇത്രയേ ഇടുന്നുള്ളൂ, എല്ലാവരെയും പരത്തിയിട്ടൊക്കെ വെച്ചെടുത്തു. ആൻഡ് ഇത് ഇങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. ആൻഡ് നമ്മളെടുത്ത് നേരത്തെ സെറ്റാക്കിയത് പൗഡറില്ലേ, അതിൻ്റെ നേരത്തെ സ്പൂൺ എടുത്തിട്ട് ഈ പൗഡറിൽ നിന്ന് കുറച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് അങ്ങോട്ട് വെച്ചിട്ട് ഇവിടെ എല്ലാവരുടെയും ഇത് ഇങ്ങനെ വെച്ചെടുത്തു. കുറച്ചധികം ഇങ്ങനെ പൊടിക്കേണ്ട അവസ്ഥ വന്നു. ക്രഷ് ചെയ്തു, കാരണം നമ്മൾ നേരത്തെ എടുത്ത ബ്രെഡിൻ്റെ സൈഡൊക്കെ ആയിരുന്നല്ലോ ഞാൻ എടുത്തത്. അപ്പോൾ കുറച്ചധികം ബ്രെഡ് എടുത്തുകൊണ്ട് തന്നെ കുറച്ചധികം ക്രഷ് ചെയ്യേണ്ട അവസ്ഥ വന്നു. ബാക്കി നമുക്ക് ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെച്ചാൽ ഇവരെന്തിനാ ആവശ്യമില്ല വിചാരിച്ചിട്ട് ചാടിക്കളയും. അതുകൊണ്ട് ഞാൻ കുറച്ചത് ക്രഷ് ചെയ്ത് വെച്ചു. ഞാനാണെങ്കിൽ പിന്നെ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ ആവശ്യം വരുമല്ലോ. അങ്ങനെ ഞാനിത് ഇങ്ങനെ ഇട്ട് കൊടുത്തു. കുറച്ചധികം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആൻഡ് തിരിച്ചു. പക്ഷെ എനിക്കിതാണ് ഇഷ്ടപ്പെട്ടത്, കൊണ്ടോ നല്ല ഇഷ്ടമാണ്. ആൻഡ് ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളെടുത്ത്
ഞാൻ വാങ്ങിച്ചിട്ട് ഐസ്ക്രീംസ് ഉണ്ടായിരുന്നു 10 രൂപേന്. അത് ഞാൻ അടുത്ത് വെച്ചു. നമ്മൾ ശരിക്കും ഒരു ഇങ്ങനെയല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ കുറച്ചൊരു പാക്കറ്റ് ഐസ്ക്രീം വേണ്ടിന്. എനിക്ക് ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമായത് കൊണ്ട് ഞാനിത് ജസ്റ്റ് ആദ്യത്തെ സ്പൂണിൽ ഞാൻ ഇങ്ങനെ കഴിച്ചു. ജമ്മി. സോറി വെച്ചു, ഇങ്ങനെ കണ്ടെൻ്റെയോടെയാണ് തിന്നു. സോ ഇത് കുറച്ച് കട്ട പിടിച്ചു. കുറച്ച് മെൽറ്റാവണമായിരുന്നു അല്ലേ? ഇങ്ങനെ എല്ലാവരെയും ഇതാക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ മുറിച്ചിട്ടുണ്ട്. ആൻഡ് ഇത് ഇങ്ങനെ ഓരോ ഭാഗത്തോട്ടേക്ക് ഇങ്ങനെ കുറച്ചായിട്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്പ്രെഡ് ചെയ്തെടുത്തു. അതാകുമ്പോൾ നല്ലതാണ് കേട്ടോ. ഇങ്ങനെ എല്ലായിടും ഐസ്ക്രീം കിട്ടുകയും ചെയ്യും. ഇത് നല്ല രസമായിരിക്കും. ഇങ്ങനെ ഐസ്ക്രീം ഞാൻ മാറ്റി വെച്ചു. അങ്ങനെ നമുക്ക് സെക്കൻഡ് ലാഡോട്ടേക്ക് കിടക്കാം. പിന്നെയും ഞാനിത് ഈ ഒരു സാലഡിലേക്ക് കുറച്ച് ബ്രെഡ് വെച്ചെടുത്തു. ഒരു ബ്രെഡ് വെച്ചെടുത്തു. എന്നിട്ട് അതിൻ്റെ നേരത്തെ ചെയ്ത പോലെ തന്നെ അതിൻ്റെ സൈഡ് ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കി കൊടുത്തു. എന്നിട്ട് നേരത്തെ വെച്ച ഷുഗർ സിറപ്പ് ഇതിലോട്ടേക്ക് കുറച്ച് അധികമായിട്ട് ഒഴിച്ചു കൊടുത്തു. കുറച്ച് വെള്ളം ഒഴിക്കട്ടെ. ആൻഡ് നേരത്തെ ഞാൻ വേറെ ഇടാക്കി വെച്ചായിരുന്നു. ഷുഗർ ചിപ്പ് എനിക്ക് അറിയാമായിരുന്നുകൊണ്ട് സോ ഞാൻ ഇങ്ങനെ ഒഴിച്ചു. ആൻഡ് നമുക്ക് കുറച്ച് ഇടണം മടലോ തേക്കാമല്ലേ. ബട്ട് ഐസ്ക്രീം ഉണ്ടാകും. ആദ്യം നമ്മളിത് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു. നമ്മൾ അബ്ബ പോയതുകൊണ്ട് ഇങ്ങനെ ആക്കുന്നതിൻ്റെ ഇടയ്ക്ക് കയറി വന്നാൽ കലമ്പായിരുന്നു. ഇതിപ്പോൾ അബ്ബയില്ലാത്തതായിരുന്നു. ഞാൻ മെല്ലെ ഇങ്ങനെ വീഡിയോ എടുക്കുന്നില്ല. ഞാൻ ഫാസ്റ്റായിട്ട് കട്ട് ചെയ്തിട്ടായിരുന്നു എടുക്കാൻ. ഞാനിത് ഇങ്ങനെ ചെയ്തു. ആൻഡ് മാറ്റി വെച്ചിട്ട് കുറച്ച് ഐസ്ക്രീം ഇല്ലായിരുന്നു. അപ്പോൾ ഞാനിത് ഇങ്ങനെ അതിൻ്റെ മുകളിൽ കൂടെ ഇടാമെന്ന് വിചാരിച്ചു. ബട്ട് അതിന് മുന്നേറ്റ് ഒരു പാട്ടയില്ലേ ഇതിലോട്ടേക്ക് ഒരു പാട്ടയിൽ കുറച്ച് വെള്ളം ഒഴിച്ചു. ആൻഡ് എന്നിട്ട് ഐസ്ക്രീമിൻ്റെ വെള്ളം ഒഴിച്ച പാട്ടയിലോട്ടേക്ക് ഐസ്ക്രീമിൻ്റെ ഇട്ടു. കുറച്ച് മെൽട്ടാക്കാനായിരുന്നു. മതി ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഞാനങ്ങനെ മെൽട്ടാക്കുന്നില്ല. സോ നേരത്തെ എടുത്ത ഐസ്ക്രീമിൻ്റെ സ്പൂൺ എടുത്ത് നന്നായി കുത്തി കൊടുക്കാം. കണ്ടോ, ഇങ്ങനെ കുത്തി കൊടുക്കാം. നല്ലോണം അടിച്ചെടുത്തു. ആൻഡ് ഇങ്ങനെ ഓരോ ഭാഗമായിട്ട് അതിൻ്റെ കൂടെ അങ്ങ് മിക്സായി പോകുന്നുണ്ടോ? കണ്ടോ മിക്സായി പോകുന്നുണ്ടോ? അരിഞ്ഞു പോകുന്നുണ്ടോ? മിക്സായി പോയപ്പോൾ അരിഞ്ഞു പോകുന്നുണ്ട്. അപ്പം പിന്നെ പ്രശ്നമില്ലല്ലോ, നമ്മൾ അലിക്കണ്ടല്ലോ, താനേ അലിഞ്ഞു പോയി. കണ്ടോ ഇങ്ങനെ അലിഞ്ഞു പോയി. പിന്നെ ഒരു കപ്പിൻ്റെ നമ്മളിവിടെ ഇട്ടു. ഇതേ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എനിക്കിഷ്ടമാണ് ഐസ്ക്രീം. അതിൻ്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ റൗണ്ടിലേക്ക് ഞാൻ ഒരു ബ്രെഡ് എടുത്തുള്ളൂ. ഒരു ബ്രെഡ് എടുത്തിട്ട് മതിയോന്ന് വെച്ചാൽ മതിയില്ലേന്ന് വെച്ചാൽ മതിയില്ല. അതുകൊണ്ട് തന്നെ ഞാനിത് ഇവിടെ ഇതൊക്കെ ആക്കി ഇങ്ങനെ വെച്ച് കൊടുത്തു. ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുത്തു. ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കറക്റ്റായിരിക്കും. അങ്ങനെ ഞാനിത് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വെച്ച് കൊടുത്തു. അത് ഫൈനൽ റൗണ്ടിലേക്ക് കുറച്ചും കൂടി ഷുഗർ സിറപ്പിന് വേണ്ടി ഞാനിത് കുറച്ച് വെള്ളം ഒഴിച്ച്
പഞ്ചസാര ഇളക്കിയിട്ട് ഇത് ഇങ്ങനെ ആക്കി കൊടുത്തു. ആൻഡ് അതും കഴിഞ്ഞിട്ട് ലാസ്റ്റ് റൗണ്ടിലോട്ടേക്ക് ഇത് ഇങ്ങനെ അങ്ങോട്ട് കൊടുത്തു. സോ നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത വലിയ സ്പൂണിലായിരുന്നു, അത് തന്നെയാണ് ധാരാളം എന്നും പറഞ്ഞു അത് ഇങ്ങനെ ഇട്ടാൻ വിചാരിച്ചു. ദേ ബ്രെഡ് തീർന്നു പോയി ഗൈസ്. മാങ്ങ മടിയായതുകൊണ്ട് ഞാൻ പോകുന്നില്ല. ആൻഡ് ഫൈനൽ റൗണ്ട് ആയതുകൊണ്ട് നമ്മൾ ഇത് കുറച്ചധികം ഞാൻ ആഡ് ചെയ്തു. സോ ഗൈസ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇത് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ബബിളുമായി ഇങ്ങനെ ഇട്ടു. ഇത് നല്ല കുറച്ച് കൂടിപ്പോയി, സാരമില്ല. ഇല്ലാത്ത സ്ഥലത്ത് നമുക്കിങ്ങനെ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. അതിന് നേരത്തെ ഐസ്ക്രീമിൽ നിന്ന് കുറച്ച് ഐസ്ക്രീം എടുത്തു. ആൻഡ് ഇവിടെ സൈഡിൽ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ മെൽറ്റ് ആവുമല്ലോ, ഇവിടെ ഇങ്ങനെ 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 ഐസ്ക്രീം. ദിസ് ഈസ് മൈ മെയിൻ ആയിരുന്നു. എനിക്ക് ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഐസ്ക്രീം ഇച്ചിരി അധികം ഇട്ടു. ഇത് ഇനി നിങ്ങൾക്ക് ഇങ്ങനത്തെ പുഡിംഗ് മിക്സിൻ്റെ റെസിപ്പി ആണെങ്കിൽ എന്നോട് പറഞ്ഞാൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി തരുന്നതാണ്, ഉണ്ടാക്കിയിട്ട് റെസിപ്പി കാണിച്ചു തരുന്നതാണ്. ഇത് നിങ്ങൾ ഇഷ്ടപ്പെട്ട ഫുഡ് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇത് ഇവിടെ ഇങ്ങനെ പിടിച്ച് എന്നോട് എല്ലാ ഐസ്ക്രീം എടുത്തു പോയോണ്ട് ഐസ്ക്രീം വരുന്നുണ്ട്, അതും നല്ലൊരു ഇഷ്ടം. ഞാനിത് എല്ലാവരുടെയും ഇങ്ങനെ ചെയ്ത് കൊടുത്തു. എനിക്ക് തോന്നിയൊരു കാര്യം, ഇത് കുറഞ്ഞു പോയി വിചാരിച്ചിട്ട് ഞാനിത് കുറച്ച് ബെഡിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര ഐസ്ക്രീം ആണെങ്കിലും ഇടാം. ഞാൻ വാങ്ങിയായിരുന്നു, ബട്ട് വിശന്ന പെറുക്കർക്ക് ഇങ്ങനെ തിന്നുപോയി. അത് മാത്രമല്ല ഫോണിൽ തരുന്നില്ലായിരുന്നു, ഉറങ്ങിയ സമയത്ത് എടുത്തു പോകുന്നതാണ്. അങ്ങനെ നമ്മൾ ഫൈനലായിട്ട് ലാസ്റ്റ് നമ്മൾ പൊടിച്ച് ഇതെടുത്തിട്ട് ആദ്യം നമുക്ക് സൈഡിലേക്ക് കുറച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ സാലോട്ടൊക്കെ ഇട്ട് കൊടുത്തു. ശ്രദ്ധാപൂർവം ചെയ്യേണ്ടതുകൊണ്ട് ഇനി ഒന്നും മിണ്ടാണ്ട് ഇങ്ങനെ ചെയ്തായിരുന്നു. എന്തായാലും നമ്മൾ നടുവിലിടുന്നതാണ്, ബട്ട് ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടായിരുന്നു. ആൻഡ് ഫൈനലി നമ്മളിത് ബാക്കി വന്ന എല്ലാ പൊടിയും എടുത്ത് ജസ്റ്റ് പുറത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. സാർ നമുക്കത് ക്ലീൻ ചെയ്യാം. ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ കഴിഞ്ഞു, പണി ഫുള്ള് കഴിഞ്ഞു. ആൻഡ് ഇതൊക്കെ മാറ്റി വെച്ച് ലാസ്റ്റ് ആൻഡ് ഫൈനലി ഇതിൻ്റെ സൈഡൊക്കെ ഞാൻ തുടക്കട്ടെ.
ഇവിടെയൊക്കെ ആക്കി ലാസ്റ്റ് ആൻഡ് ഫൈനലി ഞാനിത് ഇത് വെച്ചിട്ടൊന്ന് മൂടി കൊടുത്തു. കൈയൊക്കെ ഇതായിട്ടുണ്ടായിരുന്നു പൊടി കൊണ്ട്. സോ അത് വാഷ് ചെയ്യണമെന്ന് എനിക്ക് മൂടാൻ കഴിയുന്നില്ല. ഇതിൻ്റെ പാത്രം തന്നെയാണോ എന്നൊരു ഡൗട്ട് ഉണ്ടെന്ന്. ക്ലിയറായി ഇതിൻ്റെ നൈസ് ദൈവമൊന്നും അയ്യോ ഗൈസ് പുറത്തുപോയി. സാരമില്ല, ഞാൻ ഇങ്ങനെ ഒപ്പിച്ചു. നമുക്ക് 3 hours കഴിഞ്ഞിട്ട് കാണാം. ഒരു രസമുണ്ട്. എല്ലാവർക്കും ഈ പൊടി വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.